കൂടുതൽ മൊബൈൽ സംബന്ധമായ ടിപ്സുകളും ട്രിക്സുകളും നിങ്ങൾക്ക് ലഭ്യമാകുവാൻ ഈ വീഡിയോയുടെ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെൽ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ടും ലഭ്യമാകും. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ പേര് അർജുൻ. ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് രതീഷ് ഭാസ്കർ കായംകുളം എന്ന് പറഞ്ഞ ഒരു സുഹൃത്ത് എന്നോട് കമൻറ്റിൽ ചോദിച്ച ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ്. ആ സുഹൃത്ത് എന്നോട് ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് നല്ലൊരു ന്യൂസ് പേപ്പർ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുന്നു എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ എനിക്ക് ബെറ്റർ ആണെന്ന് തോന്നിയ 2 ന്യൂസ് പേപ്പർ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ന്യൂസ് പേപ്പർ ആപ്ലിക്കേഷനുകൾ എന്ന് പറയുന്നത് നമുക്ക് ഏകദേശമുള്ള എല്ലാ പേപ്പറുകളുടെയും അല്ലെങ്കിൽ ന്യൂസ് ചാനലുകളുടെയും ന്യൂസുകൾ നമുക്ക് പെട്ടെന്ന് തന്നെ ലഭ്യമാകുന്ന 2 ആപ്ലിക്കേഷനുകളാണ്. എന്നാൽ പലരും കൂടുതൽ പേര് ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്നത് നമ്മുടെ യഥാർത്ഥ ന്യൂസ് പേപ്പറുകളുടെ PDF ഫയലുകൾ എങ്ങനെ ലഭ്യമാകാം എന്നുള്ളതിനെ കുറിച്ചും, അതുപോലെ തന്നെ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് 1 മാസങ്ങൾക്കോ അല്ലെങ്കിൽ 2 മാസങ്ങൾക്കോ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെയോ ഒക്കെ ന്യൂസുകളും അതുപോലെ തന്നെ ആർട്ടിക്കിളും ഒക്കെ ലഭ്യമാകാൻ സഹായിക്കുന്ന ആപ്ലിക്കേഷനുകൾ, അതായത് അത്തരം ന്യൂസുകൾ ലഭ്യമാകുന്ന ആപ്ലിക്കേഷനുകളും അതുപോലെ തന്നെ അതിൻ്റെ PDF ഫയലുകൾ ഡൗൺലോഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങളും, അതുപോലെ തന്നെ അതിൻ്റെ അതായത് ന്യൂസ് പേപ്പറായിട്ട് ലഭ്യമാകുന്ന ആപ്ലിക്കേഷനുകളാണ് പലരും ചോദിക്കുന്നത്. എന്നാൽ അത്തരം ആപ്ലിക്കേഷനുകൾ പ്ലേ സ്റ്റോറിൽ പ്രോപ്പറായിട്ട് ലഭ്യമാവുകയില്ല എന്നുള്ളതാണ് യഥാർത്ഥ അവസ്ഥ. എന്നാൽ ചില ആപ്ലിക്കേഷനുകൾ നമുക്ക് ലഭ്യമാകുന്നുണ്ടെങ്കിലും അത്തരം എല്ലാം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുകയില്ല. എങ്കിലും ഞാൻ ജിയോ ന്യൂസ് പേപ്പർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ആപ്ലിക്കേഷൻ വഴി നമുക്ക് 1-2 മലയാളം ചാനലുകളുടെ PDF ഫയലുകളാക്കാനുള്ള രീതികളും അതുപോലെ തന്നെ പഴയ ന്യൂസുകൾ മറ്റും ലഭ്യമാകുന്ന ചില കാര്യങ്ങളുമൊക്കെ ജിയോ ന്യൂസ് പേപ്പർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നമുക്ക് നൽകുന്നുണ്ട്. എന്നാലും പ്രസിദ്ധമായ ന്യൂസ് പേപ്പറുകളുടെ ഒന്നും നമുക്ക് അതുവഴി ലഭ്യമാവുകയില്ല. എന്നിരുന്നാലും ആ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്കുകൾ ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നല്ല ന്യൂസുകൾ നമുക്ക് PDF ഫയൽ ആക്കുന്നതിന് വേണ്ടി നമുക്ക് ആപ്ലിക്കേഷനുകളിൽ ഒന്നും സഹായം വേണ്ട എന്നുള്ളതാണ് പ്രധാന കാര്യമെന്ന് പറയുന്നത്. നമുക്ക് അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. നമ്മുടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തതിനു ശേഷം അതിൻ്റെ ഗൂഗിളിൻ്റെ സെർച്ച് ബാറിൽ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത് മലയാളം ഈ ന്യൂസ് പേപ്പർ എന്ന് ടൈപ്പ് ചെയ്യുക. അങ്ങനെ മലയാളം ഈ ന്യൂസ് പേപ്പർ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മലയാളത്തിലുള്ള ഏകദേശം എല്ലാ ന്യൂസ് പേപ്പറുകളുടെയും നിങ്ങൾക്ക് ഈ ന്യൂസ് പേപ്പർ നിങ്ങൾക്ക് അവിടെ വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അവരുടെ സൈറ്റുകൾ വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിൽ പ്രസിദ്ധമായ ന്യൂസ് പേപ്പറുകൾ, അതായത് മലയാളം മനോരമ, മാതൃഭൂമി തുടങ്ങിയ പ്രസിദ്ധമായ ന്യൂസ് പേപ്പറുകളുടെ PDF ഫയലുകൾ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കുകയില്ല. കാരണം എന്ന് പറയുന്നത് അവർക്ക് പേയ്മെൻറ്റ് നൽകേണ്ടതായിട്ട് വരും. എന്നിരുന്നാൽ പോലും നമുക്ക് പഴയ ന്യൂസുകൾ നമുക്ക് PDF ഫയലാക്കി ലഭ്യമാകാൻ സാധിക്കുന്നുണ്ട്. അത് ആ ഒരു ന്യൂസ് പേപ്പർ വഴിയും. അല്ലെന്നുണ്ടെങ്കിൽ പുതിയതാണെങ്കിൽ അത് അന്നുള്ളത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ന്യൂസ് പേപ്പർ നിങ്ങൾക്ക് അവിടെ കാണുവാൻ സാധിക്കും. ഒരുപാട് ന്യൂസ് പേപ്പർ സൈറ്റുകൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അതിൽ ഏതെങ്കിലും ഒരു ന്യൂസ് പേപ്പർ സെലക്ട് ചെയ്യുക. ആ ന്യൂസ് പേപ്പർ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൽ എഡിഷൻ ചോദിക്കും. നമുക്ക് കോട്ടയം എഡിഷൻ വേണോ, കൊല്ലം എഡിഷൻ വേണോ, തിരുവനന്തപുരം എഡിഷൻ വേണോ, എറണാകുളം എഡിഷൻ വേണോ. നിങ്ങൾക്ക് ആദ്യം ആ എഡിഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് മുകളിലായിട്ട് നിങ്ങൾക്ക് ഏത് വർഷത്തെ അല്ലെങ്കിൽ ഏത് മാസത്തെ ഏത് ദിവസത്തെ PDF ഫയലാണ് നിങ്ങൾക്ക് ലഭ്യമാകേണ്ടത് എന്നുള്ളത് ഒരു ഓപ്ഷൻ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് നിങ്ങൾ അത് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിന് ആ ഒരു പേജിന്റെ മുകളിലായിട്ട് ക്രോം ബ്രൗസറിന്റെ 3 ഡോട്ട് മാർക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഷെയർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഷെയർ എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് പ്രിന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ പ്രിന്റ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും എത്ര കോപ്പിയാണ് വേണ്ടത്, അല്ലെന്നുണ്ടെങ്കിൽ എത്ര സൈസിലാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ അവിടെ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ഓക്കെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ന്യൂസ് പേപ്പറുകൾ എല്ലാം തന്നെ നിങ്ങൾക്ക് PDF ഫയലാക്കി നിങ്ങളുടെ ഗാലറിയിലേക്ക് സേവ് ആവുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾ ഗാലറിയിൽ പോയി നിങ്ങൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫയൽ മാനേജറിൽ പോയി PDF ഫയൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത എല്ലാ ഫയലുകളും നിങ്ങൾക്ക് അവിടെ കാണാൻ സാധ്യമാകും. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത്തരം സൈറ്റുകൾ ആ ക്രോം ബ്രൗസറിൽ കയറി ഇത്തരം സൈറ്റുകൾ നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കിട്ടും. നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് നിങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏത് ന്യൂസ് പേപ്പറാണോ ആവശ്യം ആ ന്യൂസ് പേപ്പറിൻ്റെ ന്യൂസ് പേപ്പർ ഏത് വർഷത്തെയോ ഏത് മാസത്തെയോ വേണമെന്നുണ്ടെങ്കിൽ ഏത് കാറ്റഗറിയിലുള്ള വേണമെന്നുണ്ടെങ്കിൽ ഏത് എഡിഷനിലുള്ള വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് PDF ഫയലാക്കി ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്നതാണ്. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാവുന്ന സാധ്യമാകും. അപ്പോൾ ഫ്രണ്ട്സ്, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം രതീഷ് ഭാസ്കർ കായംകുളത്തിന് വേണ്ടി മാത്രമല്ല, നിങ്ങളും ഇതുപോലുള്ള സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. ആ കമൻറ്റിന് ഞങ്ങൾ റിപ്ലൈ നൽകുന്നതായിരിക്കും. അടുത്തൊരു നല്ലൊരു വീഡിയോ വീണ്ടും കാണാം.